إن الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ പ്രിയപ്പെട്ട സത്യവിശ്വാസി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ച വളരെ പ്രധാനപ്പെട്ട വിശ്വാസ കാര്യങ്ങളാണ് അർക്കാനുൽ ഈമാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാണ് പരലോകത്തെ പറ്റിയുള്ള വിശ്വാസം. നാം എല്ലാവരും ഒരിക്കൽ മരണപ്പെടുമെന്നും മരിച്ചു കഴിഞ്ഞ് അള്ളാഹു ഉദ്ദേശിക്കുന്ന ദിവസം അള്ളാഹു നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നും ആ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഒരു വിചാരണ നടക്കാനുണ്ട് എന്നും ആ വിചാരണയ്ക്ക് ശേഷം നമ്മുടെ പ്രവർത്തനങ്ങൾക്കനുസൃതമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും അയക്കുമെന്നുമുള്ള വിശ്വാസം അത് സത്യമാണ്. എന്നാൽ പരലോക വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ആളുകൾ പല തട്ടുകളിലാണ്. ചില ആളുകൾ അതിനെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. നാളെ സ്വർഗമുണ്ടെന്നോ മരണമുണ്ടെന്നോ അല്ലെങ്കിൽ മരണത്തിന് ശേഷം ഇനിയും ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നോ അതൊരു അത്ഭുതകരമായ കാര്യമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ആക്ഷേപിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകളുണ്ട്, പരിപൂർണമായി നിഷേധിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അത് വിശ്വസിക്കുകയും അതിനനുസൃതമായി പ്രവർത്തിക്കാതെ കേവലം വാക്കുകൊണ്ട് അത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞുകൂടുകയും എന്നാൽ തെമ്മാടിത്തരം തോന്നിയവാസങ്ങൾ കാട്ടിക്കൊണ്ട് അതിൽ നിന്നും പിന്തിരിഞ്ഞ് അവന്റെ ഒരു അസർ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത വിധത്തിൽ ജീവിക്കുന്ന ആളുകളെയും നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ മറ്റൊരു കൂട്ടർ അവരാകുന്നു പുണ്യവാളന്മാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെല്ലാം അംഗീകരിക്കുന്നു, പരലോകത്തിൽ വിശ്വസിക്കുന്നു, നാളെ അല്ലാഹു നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് അടിയുറച്ചുകൊണ്ട് അവർ വിശ്വസിക്കുകയും അല്ലാഹു പറഞ്ഞ കാര്യങ്ങൾ യഥാവിധി സത്യപ്പെടുത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് വിവരിച്ചു തന്ന കാര്യങ്ങളെല്ലാം പരിപൂർണമായ ഹക്കാണ് എന്ന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിക്ക് സ്ഥാനം കൊടുക്കാതെ, ബുദ്ധി കൊണ്ട് അതിനെ കീറിമുറിക്കാതെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ആ ഒരു സംഭവ
വികാസങ്ങളെല്ലാം അതേപടി നാളെ നടക്കുമെന്നെല്ലാം വിശ്വസിക്കുന്ന ഒരു കൂട്ടരാണ് പുണ്യവാളന്മാരായ മഹത്തുക്കളായ ആളുകൾ. അവരുടെ മാർഗമാണ് നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യപ്പെടുന്ന ദിനത്തിൽ രക്ഷയുടെ ആളുകളായി മാറുന്നത്. അത്തരക്കാരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഖുർആനും സുന്നത്തും എന്തൊന്നു പറഞ്ഞുവോ അത് സത്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവും അവന്റെ റസൂലും ഇപ്രകാരം നമുക്ക് ആ ഒരു വിശ്വാസത്തെ പഠിപ്പിച്ചു തന്നുവോ അത് കൃത്യമായി ജീവിതത്തിൽ മനസ്സിലാക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ആ ഒരു വിശ്വാസികളായ ആളുകളായി നാം മാറുകയുള്ളൂ. പരലോക വിശ്വാസം അത് കേവലം ഒരു വിശ്വാസം മാത്രമല്ല, നമ്മുടെ ഈ ഒരു ജീവിതത്തിൽ തന്നെ അതിന്റെ ആ ഒരു പ്രതിധ്വനികൾ, അതിന്റെ ധ്വനികൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ കാണുവാൻ സാധിക്കും. ഇതിനെ നിഷേധിക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഇതിനെ നിഷേധിക്കുന്നത്? കാരണം അവർ കൃത്യമായി പഠിക്കുന്നില്ല, കൃത്യമായ ബോധം അവർക്ക് ലഭിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ അവർക്ക് ഹിദായത്ത് അത് ലഭിക്കാനുള്ള മാർഗത്തെ അടച്ചു കളഞ്ഞതാവാം. അതുകൊണ്ട് ഇതൊരിക്കലും ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം പരലോക വിശ്വാസത്തെ സംബന്ധിച്ച് ഏതൊരു കാര്യം നമുക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നോ അത് ആമന്ന വസല്ലം, ഞങ്ങളിതാ അത് വിശ്വസിച്ചിരിക്കുന്നു, അതിൽ വഴിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അവന് പറയാനുള്ളത്. അല്ലാതെ ഒരിക്കലും അതിനെ പുച്ഛിച്ചു തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ അത് കേവലം വിശ്വാസത്തിലെടുത്തുകൊണ്ട് പക്ഷെ അത് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാതെ ജീവിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനിന് അനുഗുണമല്ല. ഒരു മുഅ്മിൻ അവൻ പരലോകത്ത് വിശ്വസിച്ചാൽ അതിന്റെ പ്രതിധ്വനികൾ അവന്റെ ജീവിതത്തിൽ തന്നെ കാണുവാൻ സാധിക്കും. ആ ഒരു പേടി അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ആ ഒരു പേടി ഉള്ളത് കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുവാൻ അത് കാരണമായി തീരും. അല്ലാഹു നമ്മോട് കൽപ്പിച്ച നന്മകൾ പ്രവർത്തിക്കുവാൻ ആ ഒരു വിശ്വാസം നമുക്ക് കാരണമായി തീരും. അങ്ങനെ അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിന്നുകൊണ്ട് ജീവിക്കുവാൻ ഈ ഒരു വിശ്വാസം നമ്മെ പ്രാപ്തരാക്കും എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു വിശ്വാസം കൃത്യമായ രീതിയിൽ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറ്റം കാണുവാൻ സാധിക്കും. ഈ ഒരു വിചാരണയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. അഥവാ ഒരു അണുവിന്റെ തൂക്കം നന്മ ചെയ്താൽ അത് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ കൊണ്ടുവരും, അത് കാണപ്പെടും. ഇനി ഒരു അണുവിന്റെ തൂക്കം തിന്മയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ കാണിക്കുക തന്നെ ചെയ്യും, അവിടെ കൊണ്ടുവരപ്പെടുക തന്നെ ചെയ്യും, അതിനുള്ള പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. അപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഫലം, ഇത്തരം ഒരു അണുവിന്റെ തൂക്കമാണെങ്കിൽ കൂടെ പ്രതിഫലം നൽകുന്ന ഒരു വിചാരണ അത് ഈ ലോകത്ത് സാധ്യമല്ല. ഒരിക്കലും ഒരു 1000 തവണ കൊന്ന ഒരുവനും ഒരിക്കൽ ഒരു കൊലപാതകം ഒരുവരും കൃത്യമായ അളന്നു മുറിച്ചുള്ള ശിക്ഷ കൊടുക്കുവാൻ ഈ ഒരു ലോകത്ത് സാധ്യമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാമല്ലോ. മാത്രമല്ല എത്രയെത്ര ആളുകൾ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്, നീതി ലഭിക്കാതെ ജീവിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ നീതി ലഭിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള അളന്നു മുറിച്ചുള്ള ഇങ്ങനെ അള്ളാഹു പറഞ്ഞതുപോലെ എത്ര അണുമണി തൂക്കത്തിനുള്ള ആ ഒരു പ്രതിഫലം നൽകുവാൻ സാധിക്കുന്നവൻ റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ്. ആ ഒരു പ്രതിഫലം അത് നാളെ അള്ളാഹുവിന്റെ സന്നിധിയിൽ വെച്ച് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ബുദ്ധികൊണ്ട് ഏതൊരുവനും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരു അണുവിന്റെ തൂക്കം നന്മ ചെയ്താലും ഒരു അണുവിന്റെ തൂക്കം തിന്മ ചെയ്താലും അതിനുള്ള പ്രതിഫലം നൽകുന്നവൻ റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ്. അത്തരം പ്രതിഫല നടപടി വിചാരണ നടപ്പിൽ വരുത്താൻ കഴിവുള്ളവനും റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ്. ആ ഒരു നാളിൽ അവരുടെ പദവികൾ ഒരിക്കലും വിലപ്പോവുകയില്ല. അന്ന് ആരുടെയെങ്കിലും സ്വാധീനം കൊണ്ട് അന്ന് രക്ഷപ്പെടുത്തുവാൻ സാധിക്കുകയില്ല, രക്ഷപ്പെടാൻ സാധ്യമല്ല. അവരുടെ പദവികൾ അവരെ രക്ഷപ്പെടുത്തുകയില്ല. അവരുടെ പണക്കാരുടെ പണം കൊണ്ട് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ യാതൊരു ഉപകാരവും ഇല്ലാത്ത ദിവസമാണെന്ന്. അതുപോലെ തന്നെ എത്ര വലിയ മുന്തിയ ആളാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലാണ് അന്നേ ദിവസത്തെ അധികാരമുള്ളതാണ്. മാലികി യൗമിദ്ദീൻ, പ്രതിഫല നാളിന്റെ ഉടമസ്ഥനായ റബ്ബ്. ആ റബ്ബിനെയാണ് നാം സ്ഥിരം എല്ലാ ഫർദ് നമസ്കാരങ്ങളിലും ഫാത്തിഹയിലൂടെ നാം അവരെ പുകഴ്ത്തുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിനോടാവുന്നു സർവസ്തുതിയും. അർ റഹ്മാനിർ റഹീം, പരമകാരുണ്യകനും കരുണാനിധിയുമായ അല്ലാഹുവിനെ. മാലികി യൗമിദ്ദീൻ, പരമ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ മാലിക്കായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അപ്പോൾ ആ ഒരു മുൽക്ക് അത് അള്ളാഹുവിന് മാത്രമാണ് അന്നേ ദിവസം ഉള്ളൂ എന്നുള്ള വിശ്വാസം, അതിനെയാണ് നാം പരലോക വിശ്വാസം എന്ന് പറയുന്നത്. ഇതിനെ നിഷേധിക്കുന്ന ആളുകളോട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ കരുതുന്നുണ്ടോ ഇന്നമാ ഖലഖനാകും അബസായി കൊണ്ട് വെറുതെ വൃഥാ
സൃഷ്ടിച്ചതാണ് നിങ്ങളെ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അഥവാ തിന്നും കുടിച്ചും ഒക്കെ ജീവിച്ച് നാളെ മരണപ്പെട്ട് മണ്ണായി പോകുന്ന ആളുകളായി മാറുന്നവരാണോ നിങ്ങൾ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കില്ല എന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. വ അന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ നമ്മിലേക്ക് മടക്കപ്പെടുകയില്ല എന്ന് കരുതിയിരിക്കുകയാണോ എന്ന് വശംവദരായിരിക്കുകയാണോ നിങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മോട് മനുഷ്യ സമൂഹത്തോട് ചോദിക്കുകയാണ്. മാത്രമല്ല സൂറത്തുൽ ഖിയാമയിൽ അല്ലാഹു ചോദിക്കുന്നുണ്ട്, അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ, വെറുതെ അങ്ങ് വിട്ടേക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് മനുഷ്യൻ കരുതുന്നുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അലം യകുൻ നുത്ഫതൻ മിൻ മനിയ്യുംന, നിങ്ങൾ ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നുള്ള ഒരു തുള്ളിയിൽ നിന്നല്ലേ നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയെടുത്തത്. സുമ്മ കാന അലഖതൻ ഫഖലഖ ഫസവ്വ, എന്നിട്ട് ഒരു ഭ്രൂണമാക്കി മാറ്റി അതിനെ ചൊവ്വാക്കി ശരിപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൃഷ്ടിപ്പ് പൂർത്തിയാക്കുകയാണ് ചെയ്തത്. ഫജഅല മിൻഹു സൗജൈനി ദക്കർ വൽ ഉൻസ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് ഇണകളെ, ആണ് പെണ്ണുമാകുന്ന രണ്ട് ഇണകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് സംവിധാനിച്ചു. അലൈസ ദാലിക ബിഖാദിരിൻ അലാ അയ്യുഹിയൽ മൗത, ഇങ്ങനെയൊക്കെ ചെയ്ത റബ്ബ് സുബ്ഹാനഹു വ തആല, ഇങ്ങനെയൊക്കെ സൃഷ്ടിപ്പ് നടത്തിയ റബ്ബിന് മരിച്ചതിനു ശേഷം വീണ്ടും പുനർജീവിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത്? അങ്ങനെ ഒരു കഴിവ് അവനില്ല എന്നാണോ നിങ്ങൾ ജൽപ്പിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളോട് ചോദിക്കുകയാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. മറ്റൊരു ആയത്തിൽ അല്ലാഹു ചോദിക്കുന്നു, അം നജഅലു അല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാതി കൽമുഫ്സിദീന ഫിൽ അർദ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങളും ചെയ്ത ആളുകളെ, അങ്ങനെ ജീവിച്ച് അങ്ങനെ മരണപ്പെട്ട ആളുകളെ മുഫ്സിദീന ഫിൽ അർദ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയ ആളുകളെ പോലെയാക്കി മാറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അഥവാ അവർ മരിച്ച് മണ്ണ് മറഞ്ഞു പോയി, മുഅ്മിനീങ്ങളായ ആളുകളും മൺമറഞ്ഞു പോയി, പിന്നീട് അവർക്കൊരു പ്രതിഫലവും ഇല്ല, അത് വെറുതെ കേവലം ഒരു ജീവിതം മാത്രമായിരുന്നു, വെറുതെ അവർ സഹിച്ചുകൊണ്ട് ജീവിച്ചതായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കുഫാറുകളോട് ചോദിക്കുകയാണ്. ഇങ്ങനെ നിഷേധിക്കുന്ന ആളുകളോട് ചോദിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നു, അം നജഅലുൽ മുത്തഖീന കൽ ഫുജ്ജാർ, തഖ്വയോടുകൂടി അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച ആളുകളെ തെമ്മാടികളെ പോലെ ആക്കി തീർക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ തീർച്ചയായും ഖിയാമത്ത് നാൾ കൊണ്ടുവരിക തന്നെ ചെയ്യും. വിചാരണയുടെ നാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. അന്നേ ദിവസം നന്മ പ്രവർത്തിച്ചവന് അവന് അർഹിച്ച പ്രതിഫലം നൽകുകയും തിന്മയുടെ വക്താക്കൾക്ക് അവനും അർഹിച്ച ശിക്ഷ നൽകുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുകയാണ്. അപ്പോൾ മുഅ്മിനീങ്ങൾക്ക് യഥാർത്ഥ നീതി അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പിൽ വരുത്തും. യഥാർത്ഥ ഫസാദ്, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കിയ, കുഴപ്പമുണ്ടാക്കിയ ആളുകൾ, തിന്മ ചെയ്ത ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ അർഹിച്ച ഓഹരി അവർക്കും ശിക്ഷയുടെ രൂപത്തിൽ നൽകും എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചത്. ആ ഒരു ദിവസത്തെ പറ്റി അല്ലാഹു നമുക്ക് പറഞ്ഞു നൽകിയത്, അന്നത്തെ ആധിപത്യം അല്ലാഹുവിന് മാത്രമായിരിക്കും. മറ്റു ചില ആളുകളുണ്ട്, അവർ ഇതിൽ വിശ്വസിക്കുന്നുണ്ട്, എന്നാൽ അവർ തെമ്മാടികളായി ജീവിക്കുന്നു. ചില ആളുകൾ മറ്റു ഔലിയാക്കളായിട്ടുള്ള അല്ലെങ്കിൽ അല്ലാഹുവിന്റെ മറ്റു ശ്രേഷ്ഠരായ ആളുകൾ, അവർ തങ്ങളെ നാളെ തന്റെ പരലോകത്തെ രക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ മൂഢന്മാരായി ജാഹിലുകളായി ജീവിച്ചു മരിക്കുന്ന ആളുകൾ, ശിർക്കിലകപ്പെട്ട് അവരൊക്കെ നാളെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളും, എങ്ങനെയെങ്കിലുമൊക്കെ ഇവിടെ ജീവിച്ചാൽ മതി എന്ന് കരുതി ജീവിക്കുന്ന ആളുകളുമുണ്ട്. എന്നാൽ അല്ലാഹു പറയുന്നു, അല്ലാഹുവിനാകുന്നു അന്നത്തെ അധികാരം, മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിനെ ഉടമസ്ഥനായ അല്ലാഹു. അതുപോലെ തന്നെ അല്ലാഹു ഇൻഫിതാറിൽ പറയുകയാണ്, വമാ അദ്റാക മാ യൗമുദ്ദീൻ, യൗമുദ്ദീൻ പ്രതിഫല ദിവസം എന്നാൽ എന്താണെന്ന് നിനക്കറിയുമോ? പ്രതിഫല ദിവസം എന്നാൽ എന്താണെന്ന് നിനക്കറിയുമോ? രണ്ടാമതും അല്ലാഹു ചോദിക്കുകയാണ്, യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ഷൈഅ, അത് ആ ദിവസം ലാ തംലികു നഫ്സുൻ, ഒരു നഫ്സും അടിമപ്പെടുത്തുന്നില്ല, ലിനഫ്സിൻ ഷൈഅ, മറ്റൊരു നഫ്സിന് ഗുണകരമായ യാതൊന്നും അടിമപ്പെടുത്താത്ത ദിവസമാണെന്ന്. വൽ അംറു മഇദിൻ ലില്ലാഹ്, അന്നേ ദിവസം കൈകാര്യകർത്തൃത്വം അല്ലാഹുവിന് മാത്രമായിരിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് ഒരാൾക്കും മറ്റൊരാൾക്ക് ഗുണകരമായ ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ സാധിക്കാത്ത ഒരു ദിവസം അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് റസൂലിന്റെ ശഫാഅത്തിലൂടെയും മറ്റു അമലു സാലിഹാത്തുകൾ കൊണ്ടും മുൻകടക്കാമെന്നല്ലാതെ അല്ലാഹുവിന്റെ ആ ഒരു സന്നിധിയിൽ വെച്ച് ആർക്കും ഒരു അക്ഷരം പോലും ഉരിയാടാനാവാത്ത ആ ഒരു ദിവസം അത് വന്നെത്തുക തന്നെ ചെയ്യും. അത് സത്യമാണ് എന്നുള്ളത് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞു തന്ന കാര്യമാണ്. അതുകൊണ്ട് ഓരോ മനുഷ്യരും അവൻ ചെയ്യേണ്ടത്, അവന് രക്ഷയുള്ള കാര്യങ്ങൾ ഈ ഒരു ഭൂമിയിൽ വെച്ച് അവൻ ചെയ്തു കൊള്ളട്ടെ. യാ അയ്യുഹന്നാസ്
ഏ ജനങ്ങളെ ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ പേടിച്ചുകൊള്ളുക, ഭയപ്പെട്ട് ജീവിച്ചുകൊള്ളുക. വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദി, നിങ്ങൾ പേടിച്ചുകൊള്ളുക, ഭയപ്പെട്ടുകൊള്ളുക. യൗമൻ, ഒരു ദിവസത്തെ, ലാ യജ്സി വാലിദുൻ അൻ വലദി, ഒരു രക്ഷിതാവിനും തന്റെ മകനിൽ മകളെ ഉപകരിക്കാത്ത ഒരു ദിവസം, അന്നേ ദിവസത്തെ നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുക. വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈഅ, ഒരു മൗലൂദും ഒരു സന്തതിയും അവന്റെ രക്ഷിതാക്കളെ കൊണ്ട് ഒരു ഉപകാരവും ലഭിക്കാത്ത ആ ഒരു ദിവസത്തെ നിങ്ങൾ പേടിച്ചുകൊള്ളുക. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു വാഗ്ദത്തം അത് പുലരുക തന്നെ ചെയ്യും, അത് സത്യമാകുന്നു. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, നിങ്ങളെ ഒരിക്കലും ഈ ഒരു ഐഹിക ജീവിതത്തിന്റെ ആ ഒരു നമ്മളെ തെറ്റിച്ചു കളയുന്ന കാര്യങ്ങളൊന്നും തന്നെ നമ്മെ തെറ്റിച്ചു കളയാതിരിക്കട്ടെ ഈ ഒരു ആഖിറത്തിന്റെ വിഷയത്തിൽ നിന്ന്. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗുറൂർ, അല്ലാഹുവിനെ തൊട്ട് പരമവഞ്ചകനായ പിശാചും നിങ്ങളെ തെറ്റിച്ചു കളയാതിരിക്കട്ടെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഒരു പരലോകത്തിലുള്ള പരലോകത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസി, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിൽ നിറവേറ്റിക്കൊണ്ട് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളെയൊക്കെ വിചാരണ ചെയ്യും എന്ന ഒരു ചിന്തയോടുകൂടി ഹറാമുകളിൽ നിന്നും അകന്നുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ വിശ്വാസിയായി തീരുന്നത്. കേവലം വിശ്വാസം കൊണ്ടോ കേവലം വാക്കുകൾ കൊണ്ടോ പറയാൻ സാധിക്കുന്ന ഒന്നല്ല, അല്ലെങ്കിൽ ആയിത്തീരുന്ന ഒന്നല്ല പരലോകത്തിലുള്ള വിശ്വാസം. പകരം ഒരുവന്റെ ജീവിതത്തിൽ അവൻ അത് പാലിക്കുകയും അത് ഹൃദയത്തിൽ അകത്തേക്ക് ഇറങ്ങുമ്പോഴാണ് പരലോക വിശ്വാസിയായി മാറുന്നത് എന്നതാണ് നമുക്ക് അല്ലാഹുവിന്റെ കിതാബും സുന്നത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അത്തരം പുണ്യവാളന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ട സത്യവിശ്വാസി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ പരിശുദ്ധമാക്കപ്പെട്ട ചില മാസങ്ങളിലേക്കാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ശഅബാൻ മാസം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു മാസത്തെ പറ്റി പറഞ്ഞത് യഗ്ഫുലു അൻഹു കസീറു മിനന്നാസ്, ജനങ്ങളിൽ അധിക പേരും ഈ ഒരു മാസത്തെ പറ്റി അശ്രദ്ധരാണ്. റജബ് പവിത്രമായ മാസമാണ്, യുദ്ധം ഹറാമാക്കപ്പെട്ട മാസമാണ്. അതുപോലെ തന്നെ വരാനിരിക്കുന്ന റമദാൻ മാസം, നോമ്പ് അത് ഫർളാക്കപ്പെട്ട മാസമാണ്. ഇതിന് രണ്ടിനും ഇടയിലുള്ള ശഅബാനെ പറ്റി പലരും അശ്രദ്ധരാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനിൽ ധാരാളമായി കൊണ്ട് നോമ്പ് അനുഷ്ഠിച്ചിരുന്നത് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, വമാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തക്മല സിയാമ ശഹ്രിൻ ഖത്തു ഇല്ലാ റമദാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപൂർണമായി ഒരു മാസത്തിൽ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട് എങ്കിൽ അത് റമദാൻ മാസത്തിലാണ്. വമാ റഅയ്തുഹു ഫീ ശഹ്രിൻ അക്സറ മിൻഹു സിയാമൻ ഫീ ശഅബാൻ. ഇനി റമദാൻ കഴിഞ്ഞതിനു ശേഷം ഏതെങ്കിലും മാസത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി നോമ്പെടുത്തിട്ടുണ്ട് എങ്കിൽ അത് ശഅബാൻ മാസത്തിലാണ് എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പഠിപ്പിച്ചു തന്നത്. മാത്രമല്ല സലഫുകളുടെ ജീവിതത്തിൽ നാം നോക്കുമ്പോൾ അവർ ഖുർആനിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു മാസം കൂടിയായിരുന്നു ശഅബാൻ. റമദാനിന് മുമ്പ് തന്റെ തിരക്കുകളെ മാറ്റിവെച്ച് ഖുർആൻ പഠനത്തിനും ഖുർആന്റെ ഒരു ഓത്തിനുമെല്ലാം പ്രാധാന്യം നൽകിക്കൊണ്ട് മറ്റു ജീവിതത്തിലെ ശുഗലുകൾ തിരക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ആളുകളായിരുന്നു സലഫുകൾ എന്നും നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ അംർ ഇബ്നു ഖൈസ് റഹിമഹുല്ലാഹ് പറയുന്നതായി കൊണ്ട് കാണാം, തൂബാ ലിമൻ അസ്ലഹ നഫ്സഹു ഖബല റമദാൻ. ശഅബാൻ മാസമായാൽ അദ്ദേഹം മറ്റെല്ലാ അദ്ദേഹത്തിന്റെ കച്ചവടമൊക്കെ ഒന്ന് തൽക്കാലം മാറ്റിവെച്ചുകൊണ്ട് ഖുർആൻ ഓതാൻ വേണ്ടി അദ്ദേഹം മാറി എന്നായിരുന്നു ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തുന്നത്. ഇതിന് അദ്ദേഹം പറയുകയാണ്, തൂബ മംഗളമുണ്ട് ലിമൻ അസ്ലഹ, സ്വലാഹിയത്ത് ഉണ്ടാക്കിയവര്, തന്റെ ജീവിതം നന്നാക്കി തീർത്തവന്, ഖബല റമദാൻ റമദാനിന് മുമ്പ് തന്റെ ജീവിതം നന്നാക്കിയവന് സമാധാനമുണ്ട്, മംഗളമുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹചാരികൾപ്പെട്ട
സ്വഹാബികളുടെ താബിയങ്ങളിൽപ്പെട്ട ആളുകൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ ശഅബാൻ മാസത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് ഇത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നും സ്വഹാബാക്കളുടെ ചര്യകളിൽ നിന്നും താബിയങ്ങളുടെ ചര്യകളിൽ നിന്നുമൊക്കെ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു മാസം വെറുതെ അങ്ങ് കഴിഞ്ഞു പോകുവാൻ നാം സമ്മതിച്ചുകൂടാ, അത് പരമാവധി ഉപയോഗപ്പെടുത്തണം. അത് തന്നെയാണ് ഈ ഒരു മാസത്തിന്റെ പ്രത്യേകത എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. ഈ ഒരു മാസത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അത് ഉയർത്തപ്പെടുന്ന മാസമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടു തന്റെ പ്രവർത്തനങ്ങൾ താൻ നോമ്പുകാരനായിരിക്കെ ഉയർത്തപ്പെടണമെന്ന് എന്നും ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റൊരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ അടുത്ത ജില്ലയായ പാലക്കാട് തന്നെയാണെന്ന് എന്റെ വിശ്വാസം. കാര എന്ന പ്രദേശം, അവിടെ പള്ളിക്കും അതുപോലെ തന്നെ മദ്രസക്കൊക്കെ വേണ്ടി കുറച്ച് സ്ഥലം അവിടുത്തെ ആളുകൾ വാങ്ങുകയുണ്ടായി. അതിനുവേണ്ടി ഒരു 40 ലക്ഷത്തോളം രൂപ ചിലവുണ്ട്. അതിൽ ബഹുഭൂരിഭാഗം 36-35 ലക്ഷത്തോളം അവർ പിരിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പൈസക്ക് വേണ്ടി നമ്മുടെ അടുത്ത പ്രദേശങ്ങളിൽ അവർ പിരിവ് നടത്തുന്നു. നമ്മുടെ ഈ പള്ളിയിലും ഇന്ന് 2 പേർ ആ നാട്ടിൽ നിന്നും എത്തിയിട്ടുണ്ട്. പണ്ഡിതന്മാരുള്ള വളരെ ആവേശകരമായ പ്രബോധനങ്ങൾ നടക്കുന്ന മേഖല തന്നെയാണ്. അവിടെ ഒരു സ്ഥാപനവും മദ്രസയും ഒക്കെ ഉയർന്നു വന്നാൽ നാളെ നമ്മുടെ പ്രതിഫലത്തിലും അത് കണക്ക് കൂട്ടപ്പെടാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജാരിയായ സദഖയായി അതും ചേർക്കി തരും എന്നുള്ളത് നാം വിശ്വസിച്ചുകൊണ്ട് അത്രയും യഖീനോറപ്പോടുകൂടി തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന മേഖലയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ ഒരു കാലം വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. അന്നേ ദിവസം സ്വതക്കകൾ കൊണ്ട് സ്വതക്ക കൊടുക്കാൻ വേണ്ടി ആളുകൾ ഇറങ്ങി ഓടും. എന്നാൽ ഓടി പലയിടത്ത് വീടുകളിൽ ചെല്ലുമ്പോൾ അവിടെയൊക്കെ ആട്ടിപ്പായിക്കുന്ന, തനിക്കൊന്നും വേണ്ട, ഈ സ്വതക്ക സ്വീകരിക്കാത്ത അവസ്ഥ വരും. അന്നേ ദിവസം യാതൊന്നും സ്വീകരിക്കപ്പെടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച കാലം വരാനിരിക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്ന് ചെയ്തെങ്കിൽ പ്രതിഫലം നാളെ അള്ളാഹുവിന്റെ സന്നിധിയിൽ ലഭിക്കുമെന്നുള്ള ഒരു ഉത്തമമായ ബോധ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. മാത്രമല്ല ഇത് ജാരിയായ സദഖയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഒരു ദുനിയാവിൽ നിന്നും ഒരാൾ മരണപ്പെട്ടാൽ 3 കാര്യങ്ങളാണ് അവർ ബാക്കിയാകുന്നത്. സദഖത്തുൻ ജാരിയ, വഇൽമുൻ യുൻതഫഉ ബിഹി, വറജുലുൻ വലദുൻ സാലിഹുൻ യദ്ഉ ലഹു. അതിലൊന്ന് ജാരിയായ സദഖയാണ്, നിലനിൽക്കുന്ന സദഖയാണ്. ആ ജാരിയായ സദഖയിൽ തന്നെ നാം കൊടുക്കുന്ന പള്ളി, ആ ഒരു പള്ളി ഭവനം, അള്ളാഹുവിന്റെ ഭവനം നിർമ്മിച്ചു കൊടുത്ത ഒരുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗ്ഗത്തിലൊരു ഭവനം ഉണ്ടാക്കി നൽകും എന്നും നമുക്ക് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. അതൊക്കെ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ആത്മാർത്ഥമായി ഈ ഒരു സദഖകളിൽ നാം പങ്കാളികളാവുക. കഴിവിന്റെ പരമാവധി അത് മൊത്തമായി ഏറ്റെടുക്കാൻ സാധിക്കുന്നവർ അങ്ങനെ തന്നെ ഏറ്റെടുക്കുക. ഇനി ഭാഗികമായി കൊടുക്കാൻ സാധിക്കുന്നവർ അതും ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഇഖ്ലാസോടുകൂടിയുള്ള ആ ഒരു ചിന്തകളും ആ ഒരു നമ്മുടെ ആഗ്രഹങ്ങളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ദീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചു നിർത്തി നാളെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കുന്ന ആളുകളാക്കി തീർക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أدخلنا الجنة يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.